എല്ലാവർക്കും സഞ്ജിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഒത്തിരി നാളായി നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടിട്ട്. ആൻഡ് ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഇതോടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ വന്നിട്ടുള്ളവർക്കൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒത്തിരി മാസം എനിക്കൊന്ന് ഒരു മന്തായി. അപ്പം ഞാൻ ഇന്ന് വന്നേക്കണേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഓണം എക്സാം അടുത്ത് വന്നേക്കുവാണ്. August 20-നാണ് തുടങ്ങുന്നത് നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഓണം എക്സാമിന് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഏതൊക്കെ ചാപ്റ്റർ ആണ് ഓണം എക്സാമിന് വരുന്നത് നമ്മൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കുക. അപ്പം അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ദെൻ ഇതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ടൈം ടേബിളും സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഓണം എക്സാമിന്റെ 20 ദിവസത്തിന് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നല്ല മാർക്ക് മേടിക്കുക. ഈ 20 ദിവസം ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തും ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വഴി ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഓരോ 20 ദിവസം ഞാൻ ആ ലാംഗ്വേജ് ഒഴിച്ച്, ലാംഗ്വേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇംഗ്ലീഷ്, അതുപോലെ ആണെന്നുണ്ടെങ്കിൽ മലയാളം, ഹിന്ദി, ഇതിന്റെ ഇതൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെയും എന്ത് ചെയ്യുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അതും എന്ത് ചെയ്യുക ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് വരുന്നതെന്നോ. സോഷ്യൽ സയൻസിനകത്ത് വരുന്ന ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്നുള്ള ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, അതുപോലെ ഫെറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ദെൻ അതേപോലെ തന്നെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്താണ് സോഷ്യൽ അലൈൻസ് ത്രൂ സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ സാമൂഹിക വിശകലനം, എന്താണ് സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിലൂടെ. ഇങ്ങനെ 3 ചാപ്റ്റർ ആണ്. ഫസ്റ്റത്തെ സോഷ്യൽ സയൻസ് 1 നിന്ന് വരുന്നത്. ദെൻ സോഷ്യൽ സയൻസ് 2 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നുള്ള ചാപ്റ്റർ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് കാലാവസ്ഥ മേഖലകളും കാലാവസ്ഥ വ്യതിയാനം എന്നുള്ള ചാപ്റ്റർ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഓക്കെ, ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷണവും എന്നുള്ള ചാപ്റ്റർ ആണ് വരുന്നത്. അപ്പൊ ഇത്രയും 3 ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസ് 3 എന്ന് വരുന്ന ചാപ്റ്റേഴ്സ്. ദെൻ ഫിസിക്സിനകത്ത് സൗണ്ട് വേവ് അല്ലെങ്കിൽ എന്താണ് ശബ്ദ തരംഗങ്ങൾ, ലെൻസുകൾ, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് വേർഡ് ഓഫ് കളർ ആൻഡ് വിഷൻ, കാഴ്ചയുടെ വർണ്ണവും ലോകം, ഓക്കെ, കാഴ്ചയും അതുപോലെ എന്താണ് വർണ്ണങ്ങളുടെ ലോകവും. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിനകത്ത് പറഞ്ഞാൽ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം, അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസം എന്നുള്ള ചാപ്റ്റർ ആണ്. ദെൻ അടുത്ത വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയാണ്. ബയോളജിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ജനിതകം എന്നുള്ള ചാപ്റ്റർ ആണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ എന്നുള്ള ചാപ്റ്ററാണ്. ദെൻ മാത്സിനകത്ത് ഇനി വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിതമാറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികള്, ദെൻ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ അരിതമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണികളും ബീജഗണിതവും എന്നുള്ള ചാപ്റ്റർ വരുന്നുണ്ട്. ദെൻ പിന്നെ മാത്തമാറ്റിക്സ് ഓഫ് ചേഞ്ച് എന്ന ചാപ്റ്ററുമാണ് വരുന്നത്. ഓക്കെ, ഇനി ലാംഗ്വേജസ് എടുത്തു കഴിയുമ്പോൾ ലാംഗ്വേജിനകത്താണെന്നുണ്ടെങ്കിൽ മലയാളം 1 നിന്ന് വരുന്നത് 6 ചാപ്റ്റർ ആണ്. ഫസ്റ്റത്തെ 6 ചാപ്റ്റർ വരുന്നുണ്ട്. ദെൻ മലയാളം 2 നിന്നാണെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്, 4 ചാപ്റ്റർ ആണ് വരുന്നത്, ആദ്യത്തെ 4 ചാപ്റ്റർ. ദെൻ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റും ഉണ്ട്, സെക്കൻഡ് യൂണിറ്റും ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് എത്രയുണ്ട്, ആദ്യത്തെ യൂണിറ്റിനകത്ത് 3 ചാപ്റ്റർ ആണ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്താണെന്നുണ്ടെങ്കിൽ 4 ചാപ്റ്റർ ഉണ്ട്. അപ്പം അങ്ങനെ ആണ് വരുന്നത്. ദെൻ അടുത്തെന്ന് അറബിക്കിനകത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ആണ് ഉള്ളത്. അതേപോലെ തന്നെ സംസ്കൃതം എടുക്കുവാണെങ്കിൽ സംസ്കൃതത്തിനകത്താണെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 1 to 5 ആണ്. ഹിന്ദിയും അതേപോലെ തന്നെ ചാപ്റ്റർ 1 to 5 ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് വരുന്ന ചാപ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിനകത്ത് ചോദിക്കാൻ, ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എനിക്ക് 2-3 ഒക്കെ ഇപ്പൊ ഇച്ചിരി നാളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഞാൻ ചിലർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു. പക്ഷെ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇച്ചിരി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ടൈമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം August 1 തൊട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഫുള്ളായിട്ട് എന്തുണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇത്ര നാള് നിങ്ങൾക്ക് ചിലരൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ യൂട്യൂബിനകത്ത് 1 മാസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം അതിനൊക്കെ ക്ഷമ ചോദിക്കുവാണ്. സോ അപ്പൊ അടുത്ത വീഡിയോനകത്ത് നമുക്ക് കാണാം. ബൈ.